അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയുമോ? നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന പോലെ ഒരു ഭരണി ഉണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഭരണി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 400 രൂപ വിലയുള്ള ഭരണിയാണ്. വാങ്ങിയിട്ട് കുറേ കാലം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ 1-2 രൂപയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു 100 രൂപയ്ക്ക് ആവുന്ന സമയത്തൊക്കെ നമ്മൾ തുരക്കും. ഒരു സൈഡിൽ നിന്ന് തുരന്നിട്ട് വീണ്ടും നമ്മൾ MC-യിൽ ചൊട്ടിക്കും, വീണ്ടും ഇടിച്ച് പൊളിച്ചെടുക്കും, വീണ്ടും MC-യിൽ ചൊട്ടിക്കും. അപ്പോൾ അതൊരു ഭംഗിയില്ല ഇങ്ങനെയൊക്കെ ഇടുന്നതേ, ഇങ്ങനെ പൈസ ഇടുന്ന ഒരു ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഭരണിയുടെ മണ്ടയിൽ നമ്മൾ ഒരു തവള ഉണ്ടാക്കാൻ വേണ്ടി പോകണം. മറ്റേ പച്ചയും കാലിലൊക്കെ ചുവപ്പ് പോലത്തെ സംഭവം വരുന്ന ആ ഒരു തവളയിൽ, ആ തവള നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അത് ഇരിക്കുന്ന മാത്രമല്ല, വായും തുറന്നാണ് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ആ വാ തുറന്നിരിക്കുന്ന തവളയുടെ വായ്ക്കകത്ത് നമ്മൾ ചില്ലറ ഇടുന്ന സമയത്ത്, ചില്ലറയോ നോട്ടോ എന്ത് തന്നെ ഇട്ടാലും ആ ചില്ലറയും നോട്ടും ഈ ഭരണിക്കകത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഭരണിയെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. തവള ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന കുറച്ച് വേസ്റ്റ് മെറ്റീരിയലുകൾ വെച്ചിട്ടാണ്, അതായത് ചിഞ്ചുവിൻ്റെ നനയ്ക്കാത്ത പഴയ ചെരുപ്പില്ലേ ആടാ, ചവറിൻ്റെ കിടന്നത് പഴയ ചെരുപ്പാണ്, ചിഞ്ചുവിൻ്റെ ആണ്, പച്ച കളർ. അതൊരെണ്ണം കിട്ടിയിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചല്ല ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്, പഴയതാണ്, നല്ല പഴയ PVC പൈപ്പാണ്. എവിടെ കിടന്നതാണ്, കാലമ്പാറയിലാണ്. കാലമ്പാറ വന്നിരിക്കുകയാണ്, ഭയങ്കര നല്ല കാറ്റ്, നട്ടുച്ചയ്ക്കാണ് വന്നത്, നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. ഈ കാണുന്ന പൈപ്പില്ലേ, ഈ പൈപ്പിൽ നമുക്ക് തവളയുടെ അതേ നീളത്തിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഈ കാണുന്ന രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത ഈ ഒരു പീസിന് നമ്മൾ ഇതിനകത്ത് കണ്ട ഇതേപോലെ വയ്ക്കും. ഇതേപോലെ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഇനി തവളയാക്കി മാറ്റണം, മനസ്സിലല്ലേ? അതാണ് നമ്മുടെ പരിപാടി. അവളെ പോലെ തന്നെ ഭയങ്കര തൊലിക്കെട്ടിയേ. ചിഞ്ചിന്റെ ചെരുപ്പിനെ നമ്മൾ പല പീസായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ഇതേപോലെ വെട്ടിയെടുക്കുകയാണ്. നല്ലപോലെ MC-യിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പൈപ്പ് അവിടെ വെച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോണേ. വെട്ടിയെടുത്ത ചെരുപ്പിന്റെ പീസുകളില്ലേ, നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് അളവ് നോക്കി ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെരുപ്പിന്റെ പീസെല്ലാം നമ്മൾ കറക്റ്റ് ഒരു അളവിൽ മുറിച്ചെടുക്കുകയാണ്. ചെറിയ റബ്ബർ കമ്പ് എടുത്തിട്ട് അതിനെ ചെത്തി മിനിക്കെടുക്കാൻ വേണ്ടി പോണേ. ഇവിടെ പാറയക്കടന്ന് കിട്ടിയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ കൈയിൻ്റെ ഷേപ്പില്ലേ, കൈയിൻ്റെയും കാലിൻ്റെ ഷേപ്പ് നമ്മൾ റബ്ബർ കമ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മുടെ ഫ്രണ്ട് കൈയില്ലേ, അതാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ വെച്ചിട്ട് എന്താ ലൈറ്റർ വെച്ചിട്ട് കുറച്ച് തീ അടിച്ചിട്ടേ പൈപ്പൊന്ന് ചൂടാക്കിയിട്ട് ഒരു കമ്പ് വെച്ചിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പിലോട്ടെ നമ്മൾ ആ പൈപ്പിനെ വളച്ചു കൊടുക്കണേ. നമ്മൾ ഈ കാണുന്ന പോലെ അതിൻ്റെ കാലിന് നമ്മൾ കമ്പ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തേ. ഇപ്പോൾ ഒരു ഭീകര ജീവിയെ പോലെ തോന്നില്ല, ഒരു ഭീകര സത്വം പോലെ തോന്നുന്നില്ലേ? അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു വിട്ടിലില്ലേ, നമ്മളെ പുൽച്ചാടി പച്ച കളറൊക്കെ വന്നപ്പോൾ ഒരു പുൽച്ചാടിയുടെ ഷേപ്പ് വന്നില്ലേ? നമ്മളെ ഫെവിക്കോൾ തേച്ചിട്ട് അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് തത്തച്ചിയെ പേടിപ്പിക്കാം. സരസുപൂച്ച നമുക്ക് ഇതിനെ കൊണ്ട് കാണിച്ച് പേടിപ്പിക്കാം. അത് പറഞ്ഞപ്പോഴാണ് സരസുപൂച്ച ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കട്ടിലിൽ കാണും. സരസുപൂച്ച അതിൻ്റെ പിള്ളേരൊക്കെ കടിച്ചുകൊണ്ടത് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ മെത്തയിലെ മേളിൽ കൊണ്ട് കിടത്തിയിട്ട് തത്തപ്പൂച്ച നടുക്ക് നിന്നിട്ട് മറ്റേ അരഞ്ഞാണൊക്കെ ഇട്ടിട്ട് മറ്റേ ബെല്ലി ഡാൻസ് കളിക്കില്ല, അതിന് ഒറ്റ കൈ വെച്ചിട്ട് എണീറ്റ് നിന്നിട്ട് മറ്റേ അരഞ്ഞാണൊക്കെ ഇട്ടിട്ട് ബെല്ലി ഡാൻസ് കളിക്കും. അപ്പോൾ ചുറ്റും പിള്ളേരൊക്കെ എന്നിട്ട് വാവ് തത്തമ്മ സൂപ്പർ എന്നു പറ്റേം കാണിച്ചില്ല. മെത്തയിൽ കാണും, ഇപ്പോൾ എല്ലാവരും മെത്തയിലിങ്ങനെ വളഞ്ഞു കിടപ്പുണ്ട്. നടുക്ക് തത്തപ്പൂച്ചയും ചുറ്റും കുറേ പിള്ളേരും പരിവാരങ്ങളൊക്കെ. കാല് വരുന്ന ഭാഗത്തും കൈ വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ടിഷ്യൂ പേപ്പർ മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. കുറച്ച് വണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പർ മടക്കി വെച്ചിട്ട്. സിനിമയിൽ ജഗതിയെ മറ്റേ ഇതാക്കി ബെഡിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നില്ലേ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പുറത്ത് കുറച്ച് MC-യിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. തവള ആവുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ, ഇപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിലെ സംഭവം വന്നിട്ടില്ല. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ഷേപ്പിലോട്ട് തേച്ച് മിനുക്കി കൊണ്ടുവരാണേ. അത് കംപ്ലീറ്റ് ഒന്ന് തേച്ചെടുക്കണേ. കാലിലെയും കയ്യിലേക്ക് ഒരു വിരലുകൾ ഈ കാണുന്ന പോലെ MC-യിൽ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്രണ്ട് കയ്യിൽ 4 വിരലും പുറകിലത്തെ കാലിൽ മറന്നുപോയല്ലോ, അത് നമ്മൾ ഇതേപോലെ MC-യിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്. കണ്ണ് വരുന്ന ഭാഗവും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അത് MC-യിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ പരിപാടിയെല്ലാം ഉണ്ടാക്കി നമ്മുടെ തവളയെ ഉണ്ടാക്കി പൂർത്തിയായ സമയത്ത് മഴ പെയ്തേ. അതൊരു കട്ട വെയിലായിരുന്നു, ചൂടെടുത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുള്ള് മഴ, നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മറ്റേ പെരുമഴ അല്ല, പക്ഷെ നല്ല മഴ, നല്ല കാറ്റ്. തവളയെ കാണണ്ടേ, തവളയെ കാണിച്ചത് നമ്മൾ പെയിൻറ്റ് അടിച്ചില്ല, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ. ഇനി പെയിൻറ്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ സംഭവം പൂർത്തിയാവും. അപ്പോൾ ഈ മഴയൊന്ന് മാറിയിട്ട് നമുക്ക് കാണിക്കാം. കുടയുടെ അടിയിൽ വെച്ചേക്കാണ്, മഴ മാറിയിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് കൂടി കാണിച്ചിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ മഴയൊന്ന് മാറിക്കോട്ടെ, ഭയങ്കര മഴ.
മഴയും വെയിലും ഒരുമിച്ച് ഇതുകൊണ്ട് കാരണം ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര വെയിൽ, കട്ട വെയിൽ എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിലാണ്. പക്ഷേ മഴയും കൂടി പെയ്യുന്നേ, നല്ല രസമുണ്ട്. രണ്ടും കൂടി ആയപ്പോഴേ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ പരിപാടിയെല്ലാം പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് പൊട്ടിച്ച് കായ് കൊടുക്കുകയില്ലേ, പിന്നെ എപ്പോഴും പൊട്ടിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി. ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ആ തവളയുടെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത്രയും മതി. തവളയാണ് ജസ്റ്റ് ഒന്ന് തോന്നിച്ചാൽ മതി. പെയിൻറ്റ് അടിച്ചെടുക്കാം. അക്രലിക് പെയിൻറ്റ് ഇല്ലേ, അക്രലിക് പെയിൻറ്റിൻ്റെ മുകളിൽ അടിച്ചെടുക്കാം, എന്നാലും അത് ഫിനിഷ് ആവുള്ളൂ. നമുക്ക് അക്രലിക് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ച നിറമില്ലേ കണ്ട, ലൈറ്റ് പച്ചയും കൂടെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ മൊത്തം അടിച്ചെടുക്കുകയാണ്. പകുതി പച്ചയും പകുതി വേറെ കളറും പകുതി വെള്ള കളർ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു എല്ലാം കൊടുത്ത് വിടുന്നേ ഉള്ളേ. സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ കുറേ ഫിനിഷിംഗ് ആവും, നല്ല ഫിനിഷിംഗ് ആവും, സ്മൂത്ത് ആവും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ തവളയുടെ കണ്ണിനകത്തില്ലേ കട്ട ചുവപ്പാണ്. നമ്മൾ അക്രിലിക് പെയിൻറ്റ് ഡയറക്റ്റ് വയ്ക്കുകയാണ്, എന്നാലേ ആ കട്ട ചുവപ്പ് നമുക്ക് കിട്ടുള്ളേ. മഴ മാറി പക്ഷെ ചാറ്റലുണ്ട്, കാണാൻ പറ്റുന്നില്ല. ചെറിയ ചാറ്റലുണ്ട്, പക്ഷെ വലിയ മഴ മാറി. വെയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ വെള്ള കളറാണ് കൊടുക്കുന്നത്. കാലം പാറുന്ന വിശക്കുമ്പം കഴിക്കാൻ വേണ്ടി ബ്രെഡ് വാങ്ങിച്ചേ. ആ ബ്രെഡ് വെച്ച് നമ്മൾ ഈ കാണുന്ന പോലെ ബ്രെഡും ജാമും കൂടി വാങ്ങിയിട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. അത് കുഴപ്പമില്ല. മിക്സഡ് ഫ്രൂട്ട് ജാമ് ബാക്കിൽ ഒളിഞ്ഞു നോക്കണേ. എന്നിട്ട് അത് വേണ്ട, എൻ്റെ കാമുകിമാർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. കൊള്ളാം, മിക്സഡ് ഫ്രൂട്ട് ജാം. അപ്പോൾ നമ്മൾ ഈ കാണും പോലെ മൊത്തമായിട്ടൊന്ന് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പെയിന്റ് അടിക്കാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറടിക്കും, നമുക്കത് ബോറടിക്കും, എല്ലാവർക്കും അത് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ പെയിന്റ് അടിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണ്. കണ്ടാ, അത്ര വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയിട്ട് പായം പൊളന്നിരിക്കണ. ഈ വായിക്കാത്തവരാണ് ചില്ലറ ഇട്ട് കൊടുക്കാനുള്ളത്. സാധാ ഓയിൽ, കോക്കനട്ട് ഓയിൽ നമ്മൾ തന്നെ മണ്ടയിൽ കണ്ട തിളക്കത്തിന് വേണ്ടി, ജസ്റ്റ് ഒരു ഫിനിഷിന് വേണ്ടി. അത് മറ്റേതല്ലേ, കായ്ക്കുടുക്കകത്ത് നമ്മൾ പൈസ ഇടണ്ടേ? നമ്മൾ വായിക്കാത്ത ഇങ്ങനെ തന്നെ തിന്നാൻ കൊടുക്കൂലേ? കാണാൻ പറ്റുന്നുണ്ടോ? അകത്ത് പോയി 1 രൂപ, 1 രൂപ. നോട്ടും പോവും, നോട്ടും ചില്ലറ എല്ലാം അകത്ത് പോവും. 1 രൂപ എന്നുണ്ട്. പിന്നെ 1 രൂപ. അപ്പം തന്നെ കുറേ ആയേ. കമണ്ടി ആക്കാമോ? തവള ഉണ്ടാ ഓയിൽ തേച്ചപ്പോൾ നല്ല തിളക്കവും ഇല്ലേ? പ്രകേഷ് കുമാർ. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും, ഇതെങ്ങനെയാണ് ഈ പൈസ ഇതിനകത്ത് നിന്ന് എടുക്കണേന്നുള്ളത്. എടുക്കാൻ നേരത്ത് ഇത് പൊട്ടിപ്പോകൂലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. പക്ഷേ ആരും പേടിക്കണ്ട, ഭയങ്കര സിമ്പിളാണ്. എടുക്കുന്ന ഭയങ്കര സിമ്പിളാണ്. ഒരു കിലോ ഉള്ള ഒന്നുകിൽ 1 കിലോ ഉള്ള ചെറിയ ചുറ്റുവലില്ലേ, കുഞ്ഞ് ചുറ്റുവലോ, അല്ലാന്നുണ്ടെങ്കിൽ 2 കിലോ ഉള്ള കുഞ്ഞ് പാറക്കഷ്ണമല്ലേ, അതൊക്കെ എടുത്തിട്ട് നമ്മൾ പൊളിക്കേണ്ട സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഫിനിഷിംഗ് ഒന്നും കൊടുത്തില്ല കേട്ടോ. എന്തായാലും അടിച്ച് പൊട്ടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് റഫായിരം ഉണ്ടാക്കി വിട്ടതേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ സംഭവം ഉണ്ടാക്കി അതിനകത്ത് പൈസ ഇടാൻ പറ്റുമെന്ന് വെറുതെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെന്നുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ട് വലിയ എഫേർട്ടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുണ്ട്.
കായ് കൊടുക്കാം. ടാറ്റാ ടാറ്റാ ടാറ്റാ. അവിടെ ഭദ്രമായിരിക്കുവേ, ഇനി അത് പുറത്തിറങ്ങാനൊന്നും ഇല്ല കേട്ടോ.